എനിക്ക് രൂപം കൊണ്ട് ജയൻ്റെ ഇതാണെങ്കിലും അതിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് സുരാജ്. ആ സീരിയൽ മുതൽ സിനിമയിൽ എല്ലാം ഇതേ തന്നെയാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളുടെ സ്റ്റേജിൽ ഒരു വലിയൊരു മെഗാ ഷോയ്ക്ക് ഞങ്ങളെ വിളിച്ചിട്ട് ജയൻ്റെ ശബ്ദം ഞാൻ പറഞ്ഞു എനിക്ക് അനുകരിക്കാൻ അറിയില്ല. അപ്പം പറഞ്ഞു ജനം കണ്ട് നിങ്ങളുടെ ആ ശബ്ദം ആ രൂപവും കൂടെ കണ്ട് ജനം ആ ഒരു ഇതിലിരിക്കുകയാണ്, മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശബ്ദം പറയാതിരുന്നാൽ അത് പ്രശ്നമാണ്. അപ്പം സുരാജുണ്ട്. അപ്പോൾ സുരാജ് ഒരു ഐഡിയ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമ്മൾ ആ ഡബ് ചെയ്യുന്ന സാധനമില്ലേ, കാര്യം പുള്ളി വളരെ ഫാസ്റ്റായിട്ട് ഡബ് ചെയ്യുന്ന പണ്ട് മുതലേ. അപ്പോൾ പറഞ്ഞു നമ്മൾ ആ സ്ഥിരം പറയുന്ന ഡയലോഗിനെ നീ വായ അനക്കുക, ശബ്ദം ഞാൻ പുറകിലിരുന്ന് മയക്ക് കൊണ്ട് കൊടുക്കാം, ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞ. പിന്നെ ഞങ്ങൾ അതൊക്കെ ശീലമാക്കി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അവൻ ലിപ്പും കൊടുക്കും. നമുക്കിപ്പോൾ ഒന്ന് ചെയ്യാം. ഞങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ഒന്നിച്ച് സ്റ്റേജ് ചെയ്തിട്ട്, അപ്പോൾ പഴയ ഡയലോഗാണ്, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് ചന്ദ്രൻ ലിപ്പ് പിടിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ചന്ദ്ര തകർക്കണം. ഇപ്പോൾ ചന്ദ്രൻ ഫിഗറായി, ഇപ്പോൾ ജയൻ കറക്റ്റ് ജയനായിട്ട് വരികയാണ്. റെഡി? അന്ന് ജയൻ വരുമ്പോൾ വായിക്കുന്നത് ഹേ ഹേ ഇതാണ്, പക്ഷേ എനിക്ക് അത് കിട്ടാത്തതുകൊണ്ട് വെറുതെ ഒരു മ്യൂസിക് ചെയ്യാം. റെഡി? ഹേ ഹേ അവിടെ നിൽക്കാൻ നീ എന്നോട് പെമ്പിളർ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി, നീയും നിന്റെ ഒരു സൈക്കിളും വീട്ടിൽ പോടാ. എടാ വീട്ടിൽ പോകാൻ. കറക്റ്റ് ലിപ്പല്ലേ? സൂപ്പർ. സാധാരണ എല്ലാവരും വോയിസ് അല്ലെങ്കിൽ വേഷപ്പകർച്ച എല്ലാം ഒരാൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് മറ്റൊരു ശബ്ദത്തിന് ലിപ്പ് കൊടുക്കുക എന്ന് പറയുന്നതും അതും സ്റ്റേജിൽ ലൈവായിട്ടല്ലേ. പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ജനം കൂവില്ലേ? ഇവ കറക്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഇപ്പൊ മൈക്ക് പോലും ഫ്രണ്ടിലില്ലാതെ കറക്റ്റ് ലിപ്പ് പിടിച്ചു. അതൊരു ഒരു ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു സിങ്കാണ്, ആ കെമിസ്ട്രി. ഇത് നമ്മൾ ഇതിപ്പോ ചന്ദ്രൻ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിത് ആദ്യം പിടിക്കുക ശബ്ദമാണ്. ഇത് മിമിക്രിക്കാരെല്ലാവരും ശബ്ദം പിടിച്ചതിന് ശേഷമാണ് ഈ ബോഡി ലാംഗ്വേജ്. ഈ ശബ്ദമില്ലാതെ എങ്ങനെ ബോഡി ലാംഗ്വേജ് പിടിച്ചു? അത് ഞാൻ ആദ്യം ഈ സുരേഷ് ഗോപിയുടെയൊക്കെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ മിമിക്രിക്കത്തൊക്കെ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പണ്ടൊരു ഫ്രിഡ്ജിന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, സാറിന് ഓർമ്മ ഉണ്ടെന്നറിയില്ല. നീ അത് തുറന്നു നോക്കി. അപ്പോൾ അത് നസീറിനെയും ജീനയും വെച്ചിട്ട് ചെയ്തു നോക്കി. അപ്പോൾ ഒരല്പം ആ കൂട്ടത്തിൽ തടിയുള്ളത് ഞാനായതുകൊണ്ട് എന്നെ ജയൻ ഒരു മസിൽമാൻ്റെ ഒരു ഇതായതുകൊണ്ട് എന്നെ പിടിച്ച് ജയനാക്കി. പക്ഷെ ഞാൻ കാണിക്കുന്ന മാനറിസങ്ങൾ അറിയാതെ ജയന്റെ മാനറിസങ്ങളാണ്. ഇത് സത്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ജനം നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പിന്നെ സമിതിക്കാർക്ക് ഇഷ്ടമായി. പിന്നെ ഓട്ടോമാറ്റിക് അത് എനിക്ക് മനസ്സിലായി, അത് എന്നിൽ എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്. വേറെ ഒന്നും കൂടെ കാണിക്കും. ഭീമൻ രഘുവിന്റെ കറക്റ്റ് ആദ്യമായിട്ട് മിമിക്രി രംഗത്ത് ഭീമൻ രഘു ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യണം പുള്ളിയെ. ആണോ? അതൊന്ന് കാണാം അല്ലേ? അതും ഫിഗറേ ഉള്ളൂ. അപ്പൊ ശബ്ദം ഞാൻ കൊടുക്കും. റെഡി ആവണം കേട്ടോ, കറക്റ്റ് ലിപ്പ് പിടിച്ചോളണം. റെഡി? വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ഈ പറ പൂമോന പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തല്ലുന്ന മാതിരി തല്ലിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ ഒന്ന് അനക്കിയിട്ട്. ഇത്രയും പറയും ലാലേട്ടൻ്റെ വേഷ ഇടിയും വായിക്കും പോകും. ഇതാണ് സാധാരണ ഭീമൻ രഘു.